ഇടയ്ക്ക് വായിച്ച ഒരു പുസ്തകത്തിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: അധികം പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളും അധികം പ്രകാശമുള്ളവരായി മാറും. എനിക്ക് ഈ വാചകത്തോടൊട്ട് യോജിക്കാൻ പറ്റിയില്ല. അതിന് കാരണം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊരു വീടിനകത്തിരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പ്ലേസിൽ മാത്രമല്ലേ നമ്മൾ ലൈറ്റ് ഇടത്തുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമല്ലേ നമ്മൾ ലൈറ്റ് ഇടത്തുള്ളൂ. നമ്മൾ വീടിൻ്റെ എല്ലാ മുറിയും ലൈറ്റ് ഓൺ ചെയ്തിടോ? ഇല്ലല്ലേ. നമുക്ക് ആവശ്യമുള്ള ഇടം, നമുക്ക് അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യത്തുള്ളൂ. അല്ലാത്തിടമൊക്കെ ലൈറ്റ്സ് ഓഫ് ആണ്. നമുക്കതിന് അധിക പ്രകാശമൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യത്തിലുള്ള പ്രകാശം മതി. അത്യാവശ്യമുള്ള പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം കാണാൻ പറ്റും. അതാണ് ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് യേശു ഗോസ്പലിൽ പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങളുടെ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. നിങ്ങൾ എന്ത് കാണുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എങ്ങനെ കാണുന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒത്തിരി കാഴ്ചകൾ കണ്ടുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ കണ്ടു, എന്തിനെ കണ്ടു, ഈ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. അതാണ് ശരീരത്തിന് വിളക്കായിട്ട് മാറുന്നത്. ഒത്തിരി കാഴ്ചകൾ കൺമുമ്പിലൂടെ മാഞ്ഞു മറിഞ്ഞു പോകുമ്പോൾ എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എടുക്കാറില്ലല്ലോ. അത്യാവശ്യമുള്ളത് ഹൃദയത്തോട് ചേർത്തിരിക്കേണ്ടത് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്നുള്ളൂ. ഇനി കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിനും സൃഷ്ടിയുടെ ദാതാവായ ദൈവം കണ്ണിന് ഒരു പോള കൂടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ളത് കാണുക, ആവശ്യമില്ലാത്ത സമയത്ത് ആ കണ്ണങ്ങ് അടച്ചു കളയുക. ഇതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പോലും ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാം ഒന്നും കാണേണ്ട കാഴ്ചയല്ല, എല്ലാം ഒന്നും ഹൃദയത്തിലേക്ക് സൂക്ഷിക്കേണ്ടതുമല്ല. ഒത്തിരി കാഴ്ചകൾ ഉണ്ടായിരിക്കുമ്പോഴും ചിലത് മാത്രം കാണാനും അതിനെ എങ്ങനെ കാണുന്നു തിരിച്ചറിയാനുള്ള തീരുമാനം നമ്മുടെ കയ്യിലാണ്. ഈ കാണുന്ന കാഴ്ചയിൽ എങ്ങനെ കണ്ടു എന്നുള്ള തീരുമാനത്തിലൊക്കെയാണ് ശരീരം വിളക്കായിട്ട് മാറുന്നത്, ഉള്ളു വെളിച്ചമായിട്ട് മാറുന്നത്. നമ്മൾ ഓർക്കണം, ഈ ഉള്ളു പ്രകാശമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉള്ളു വെളിച്ചമാകാൻ, പ്രകാശമുള്ള മനുഷ്യരാകാൻ കാണുന്ന കാര്യങ്ങൾ ഏറ്റവും നന്മയുള്ളതായിരിക്കണം, ശ്രേഷ്ഠമായതായിരിക്കണം. എല്ലാം കാണാമെന്നും കണ്ടതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കാമെന്ന് കരുതിയാൽ ഇരുട്ടിലായി പോവും, പ്രകാശം നഷ്ടപ്പെട്ടു പോവും. അധികം പ്രകാശമൊന്നും അധികം വെളിച്ചം നൽകില്ല. ആവശ്യമുള്ള വെളിച്ചം മാത്രമേ ആവശ്യമുള്ള കാഴ്ച നൽകത്തുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.